Hi guys, my name is Prinz. Once again, welcome back to Prinz Vlogz. So, നമ്മളെല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ യുഗത്താണല്ലോ ജീവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും കയ്യിൽ ഫോണും ഉണ്ട്. സോ നമ്മൾ എന്തൊരു സംശയം ഉണ്ടെങ്കിലും ഉടനെ കയറി ചേർന്ന് നോക്കുന്നത് ഗൂഗിളിലായിരിക്കും. സോ നമുക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യാറല്ലേ. സോ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളെ കുറിച്ച്, പ്രധാനപ്പെട്ട 7 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. സോ ഞാൻ ഇന്ന് ഈ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ കുട്ടിച്ചോറാവാൻ സാധ്യതയുണ്ട്. അതേപോലെ മാനസികമായി ഡള്ളായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഊരാക്കുടുക്കിലേക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വീഡിയോയിൽ അവസാനം പറയുന്ന കാര്യം, 7ാമതായി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അത് മിസ്സായി കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് യാതൊരു കാര്യമില്ലാതെ ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട പോയിന്റ് 7ാമത് പറയുന്നതാണ്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ നീക്കി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ കാര്യം, സോ നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് കരുതുക. സോ ആ രോഗം എന്തൊക്കെ ഡിസീസിന്റെ സിംറ്റംസ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പാടില്ല. അതിൽ കുറെ നമ്മൾ പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ ഇപ്പോൾ നെഞ്ചുവേന എന്തിന്റെയൊക്കെ ഡിസീസിന്റെ സിംറ്റംസ് ആണ് അല്ലെങ്കിൽ സൂചനകളാണ് നൽകുന്നത് നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഗൂഗിൾ വരെ നിങ്ങൾക്ക് ക്യാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരെയുള്ള ഉണ്ടായിരിക്കും. അതേപോലെ പലതരം വളരെ പേടിപ്പെടുത്തുന്ന ക്രൂരമായ കുറെ അസുഖങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. സോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്യാൻസറിന്റെ സിംറ്റംസ് നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങളായിരിക്കും ക്യാൻസറിനുള്ള സിംറ്റംസ്. സോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതേപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സോ എനിക്ക് ക്യാൻസർ ഉണ്ടോ അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ അപ്പത്തെ ഇല്ലാത്ത ക്യാൻസർ നമുക്ക് ചിലപ്പോൾ വരിക തന്നെ ചെയ്യും. സോ നിങ്ങൾ ക്യാൻസറിന്റെ സിംറ്റംസ് നിങ്ങൾ ഒരിക്കലും സെർച്ച് ചെയ്യരുത്. ക്യാൻസറിന്റെ നല്ല ഒരു ഡിസീസിന്റെയും സിംറ്റംസ് നിങ്ങൾ സെർച്ച് ചെയ്യരുത്. അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്ന കുറെ അസുഖങ്ങളായിരിക്കും അതിൽ സിംറ്റംസ് ആയി കാണുക. സോ നിങ്ങൾ അത് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടേക്ക് പോകും. അതേപോലത്തെ രണ്ടാമത്തെ കാര്യമാണ്, നമ്മളിപ്പോ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ, അല്ലെങ്കിൽ ആപ്പിൾ iOS-ലാണെങ്കിൽ ആപ്പ് സ്റ്റോർ എന്നായിരിക്കും. സോ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ആപ്പ് സ്റ്റോറിന് കിട്ടാത്ത കുറെ ആപ്സ് ഉണ്ട്. സോ നമ്മളെ ഇവിടെ കിട്ടാത്തപ്പോൾ നമ്മൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക. സോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ കിട്ടാത്ത ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടാത്ത ആപ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ കയറി ഇൻസ്റ്റാൾ ചെയ്ത് അത് 90% അതൊരു മാൾവെയർ അല്ലെങ്കിൽ വൈറസോ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ബാധിക്കും. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ല വെരിഫൈ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാൾവെയർ അല്ല അല്ലെങ്കിൽ വൈറസും ഇല്ലാന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അവർ അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. സോ അങ്ങനത്തേനൊക്കെ നമുക്ക് വിശ്വസിച്ച് കയറ്റാം, ഏതൊരു ആപ്പ് വേണമെങ്കിൽ കയറ്റാം. പക്ഷെ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറോ ഇല്ലാത്തൊരു ആപ്പ് നിങ്ങൾ ഒരു ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതൊരു തീർച്ചയായിട്ടും മാൽവെയർ ആയിരിക്കും. ഒരു 90% അതൊരു മാൽവെയർ തന്നെയായിരിക്കും. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നല്ലാതെ ഒരിക്കലും ഒരു ആപ്സും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. സോ അടുത്ത മൂന്നാമത്തെ കാര്യമാണ്. സോ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു പേടിപ്പെടുത്താൻ അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ഡേഞ്ചറസ് തിങ്സ് ഇൻ ദി വേൾഡ്, അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ഡേഞ്ചറസ് ആനിമൽ അല്ലെങ്കിൽ ബേർഡ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഇൻ ദി വേൾഡ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ കുറെ സെർച്ച് റിസൾട്ട് വരും. അതുപോലെ കുറെ വീഡിയോസും ഫോട്ടോസ് ഒക്കെ വരും. സോ ഒരു 8 കാലിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ട് ഇതൊരു വികാരം ചെയ്യുകയാണ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. സോ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ 8 കാലം നിങ്ങളുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ സോ നിങ്ങൾ പെട്ടെന്ന് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിലേക്ക് പോകുക. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ ഒരു ഫോബിയ ജനിക്കാൻ തുടങ്ങി. സോ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത 4ാമത്തെ കാര്യം, ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഹൗ ടു മേക്ക് എ ബോംബ് അല്ലെങ്കിൽ ഹൗ ടു കിൽ സംവൺ ഈസിലി എന്നൊക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ റിസൾട്ട് വരും. പക്ഷെ ഈ റിസൾട്ട് കൊണ്ടൊന്നല്ല നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാവുന്നത്. പക്ഷെ നിങ്ങളിപ്പോ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളെ ഒരു എന്തെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സോ അവര് ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി നോക്കും. സോ നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അവർ നോക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സോ നിങ്ങൾ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളാണ് ഒരു ഉറപ്പിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിളിൽ ഇങ്ങനത്തെ ക്രിമിനൽ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല.
ആ സമയം വലിയ കുഴപ്പമുണ്ടാക്കിയില്ലെങ്കിലും അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നെഗറ്റീവായി ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ 5ാമത്തെ പോയിന്റ് ആണ്, നിങ്ങൾ ഹ്യൂമൻ ബർത്ത് അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ പാടില്ല. വളരെ പേടിപ്പെടുത്തുന്ന ഭയങ്കരമായ കുറെ വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ നിങ്ങൾ കുട്ടികൾ ജനിക്കുന്നതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ആ ഇതിലുള്ള വീഡിയോസ്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരിക്കലും നോക്കാൻ പാടില്ല. അത് അവരെ കൂടുതൽ പേടിപ്പെടുത്തും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പേടിപ്പെടുത്തും. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്നതിനെ കണ്ടെത്തി ഇരട്ടിയാണ് ശരിക്കത്തെ ഡെലിവറിന്റെ ആ സ്റ്റേജിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറി ആ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുക. പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ ബർത്ത് അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉടനീളം മനസ്സമാധാനം എന്ന സാധനം ഉണ്ടാവില്ല. സോ അടുത്തത് 6ാമത്തെ കാര്യം നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ കസ്റ്റമർ കെയർ നമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമ്പറോ ഒരിക്കലും നിങ്ങൾ സെർച്ച് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ TV മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കിട്ടുന്ന ഒരു മേലെ കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ അതാണ് കറക്റ്റ് കസ്റ്റമർ കെയർ നമ്പർ. പക്ഷെ അത് മിസ്സായിപ്പോയി, നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ വേണമെന്ന് വെച്ച് നമ്മൾ എവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സോ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കുറെ റിസൾട്ടുകൾ വരും. സോ അങ്ങനെ വരുന്ന നമ്പർ നിങ്ങൾ കണ്ണും കൂട്ടി വിശ്വസിച്ച് വിളിക്കരുത്. സോ അതൊരു ഫ്രോഡിന്റെ പിടിയിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. സോ അതിലേക്ക് നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ തന്നെ നമ്മളോട് എല്ലാ ഇൻഫോർമേഷൻസും ചോദിക്കും. സോ ഇങ്ങനത്തെ കസ്റ്റമർ കെയർ നമ്പർ നിങ്ങൾ വെരിഫൈ ചെയ്യാതെ ഗൂഗിളിൽ അഥവാ സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ തന്നെ അത് വെരിഫൈ ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനത്തെ കാണുന്ന നമ്പറിലേക്ക് വിശ്വസിച്ച് ഒരിക്കലും വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ തന്നെ ഇത് ശരിയാണെന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ നമ്പറിലേക്ക് വിളിക്കാൻ പാടുള്ളൂ. സോ അടുത്തത് 7ാമത്തെ കാര്യമാണ്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിങ്ങൾ ഒരിക്കലും സെർച്ച് ചെയ്യാൻ പാടില്ല. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ സെർച്ചിൽ അശ്ലീലമായ കാര്യങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ യൂട്യൂബും ഗൂഗിളും നിങ്ങൾക്ക് അറിയാം, യൂട്യൂബ് ഗൂഗിളും അങ്ങനത്തെ ഗൂഗിളുമായി ബന്ധപ്പെട്ട് കിടക്കാണ്. സോ നിങ്ങൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അവിടെയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും അങ്ങനെ നോക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഫോൺ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കൊടുത്താൽ അവർ പെട്ടെന്ന് യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ അശ്ലീലമായ വീഡിയോസ് ഒക്കെ ആയിരിക്കും കാണാൻ സാധിക്കും. സോ അവർ വിചാരിക്കും നിങ്ങളിത് കാണുന്ന വ്യക്തികളാണ്. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് പ്രോൺ വീഡിയോസ് അല്ലെങ്കിൽ അശ്ലീലമായ വീഡിയോസ് ഒന്നും സെർച്ച് ചെയ്യാതിരിക്കുക, കാണാതിരിക്കുക. അതേപോലെ തന്നെ അവരുടെ അങ്ങനത്തെ വെബ്സൈറ്റുകളിലും കയറാതിരിക്കുക. സോ നിങ്ങൾ അങ്ങനെ വാച്ച് ഹിസ്റ്ററിയും സെർച്ച് ഹിസ്റ്ററിയും ഒക്കെ ക്ലീൻ ചെയ്ത് കാണിച്ച് കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് അതായിരിക്കും നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള വീഡിയോസും ഫോട്ടോസും ആയിരിക്കും നിങ്ങൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് കാണിക്കുക. സോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊന്നും യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെയും സെർച്ച് ചെയ്യാൻ പാടില്ല. സോ അത് നിങ്ങൾ ജീവിതം കുട്ടിച്ചോറാക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിരിക്കാം. തീർച്ചയായും ശ്രമിക്കുക. സോ എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. സോ അതുപോലെ യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് വരും ദിവസം കാണാൻ പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ഹാപ്പി.